മന്ത്രി ആർ ബിന്ദു കൃഷ്ണയ്ക്ക് പ്രൈവറ്റ് സെക്രട്ടറിയായി മന്ത്രി നിർദ്ദേശിച്ച ശരത് ചന്ദ്രനെ തന്നെയാണ് PSI നിയമിച്ചത്. ചുമതലയേറ്റ് 3 മാസത്തിനു ശേഷമാണ് മുഖ്യമന്ത്രി നിർദ്ദേശം അംഗീകരിച്ചത്. മന്ത്രിക്ക് സ്റ്റാഫുകളാകാത്തത് വിവാദമായിരുന്നു. മെയ് 18-ന് മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റ ബിന്ദു കൃഷ്ണയ്ക്ക് 3 മാസങ്ങളായും പ്രൈവറ്റ് സെക്രട്ടറിയാകാത്തത് വലിയ വിവാദമായിരുന്നു. KC വേണുഗോപാൽ MLA ആയിരുന്നപ്പോൾ PAയും മന്ത്രിയായപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലും ഉണ്ടായിരുന്ന ശരത് ചന്ദ്രനെയാണ് ബിന്ദു കൃഷ്ണ PSI നിർദ്ദേശിച്ചിരുന്നത്. KC പക്ഷത്തുള്ള ആളെ നിയമിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് താൽപര്യമില്ലാത്തതാണ് നിയമനം വൈകാൻ കാരണമെന്ന വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. എന്നാൽ ശരത്തിനെതിരെ സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കൾ കത്ത് നൽകിയിട്ടുണ്ടെന്ന വിശദീകരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് നിലവിൽ ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി മന്ത്രി നിർദ്ദേശിച്ചയാൾക്ക് തന്നെ മുഖ്യമന്ത്രി അംഗീകാരം നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി അറസ്റ്റിൽ. കോഴിക്കോട് സൈബർ സിറ്റി പോലീസാണ് ജാൻമണിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത ജാൻമണിയെ ജാമ്യത്തിൽ വിട്ടു. BJP നേതാവ് നവ്യ ഹരിദാസാണ് ജാൻമണിക്കെതിരെ പരാതി നൽകിയത്. അതേസമയം CJP സമരത്തിൽ പങ്കെടുത്തതിന്റെ പ്രതികാരമാണ് കേസെന്ന് ജാൻമണി പ്രതികരിച്ചു. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ജാൻമണിയെ കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജാൻമണിയുടെ പരാമർശം വന്ന വീഡിയോ പകർത്തിയ കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി എബിൻ, പാലക്കാട് സ്വദേശി സജിത്ത് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു ജാൻമണിക്കെതിരെ ചുമത്തിയിരുന്നത്. ഇതേ തുടർന്നാണ് ജാൻമണിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. അതേസമയം CJP സമരത്തിൽ പങ്കെടുത്തതിന്റെ പ്രതികാരമെന്നോണമാണ് തനിക്കെതിരുള്ള കേസെന്നും മാപ്പ് പറഞ്ഞതിനു ശേഷവും തന്നെ ലക്ഷ്യം വെക്കുകയായിരുന്നുവെന്നും അവർ പ്രതികരിച്ചു. ഞാൻ CJP പ്രൊട്ടസ്റ്റിൽ പോയി പങ്കെടുത്തത് റിവെഞ്ച് ആണ് എനിക്ക് മനസ്സിലായി. അത് എൻ്റെ വായിൽ വരാൻ പറ്റില്ലാത്ത it shouldn't come from my mouth. I have said sorry also. After it also people are targeting me, again bullying me, and that's I understood that it's ജന്തർ മന്ദർ സമരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിക്കെതിരെ ജാൻമണിയുടെ പരാമർശം. അമൃത ന്യൂസ്, കോഴിക്കോട്. അഷ്ടമുടിയുടെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോ റീക്രിയേഷൻ ഹബ്ബാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊല്ലത്തെത്തി. തലശ്ശേരി മുതൽ ശിവഗിരി വരെയുള്ള കേന്ദ്ര സഹായ പദ്ധതികളുടെ പുരോഗതി നേരിട്ടെത്തി വിലയിരുത്തുകയാണ് കേന്ദ്രമന്ത്രിയുടെ 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ശിവഗിരി സർക്കിട്ട്, ശാന്തിഗിരി പ്രസാദ് പദ്ധതികൾ സംബന്ധിച്ച അവലോകന യോഗങ്ങളിലും മന്ത്രി പങ്കെടുത്തു. അഷ്ടമുടി കായലിന്റെ അനന്തമായ ടൂറിസം സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികൾക്ക് വേഗം കൂട്ടുകയാണ് കേന്ദ്ര സർക്കാർ. അഷ്ടമുടി ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോ റിക്രിയേഷൻ ഹബിന്റെ ഭാഗമായി നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി നേരിട്ടെത്തിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിലയിരുത്തിയത്. കൊല്ലം മറീന, പുനർജനി കോംപ്ലക്സ്, ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് ട്രെയിൽ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, അഡ്വഞ്ചർ പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങി വിവിധ പദ്ധതികളിലായിരുന്നു സന്ദർശനം. 2024 മുതൽ അനുവദിച്ച കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് തലശ്ശേരി മുതൽ ശിവഗിരി വരെയുള്ള വിവിധ കേന്ദ്രങ്ങളിലേക്കുള്ള മന്ത്രിയുടെ സന്ദർശനം. 3 ദിവസത്തെ യാത്രയിൽ വിവിധ ജില്ലകളിലെ പദ്ധതികളും മന്ത്രി നേരിട്ട് പരിശോധിച്ചു. നിർമ്മാണ പുരോഗതിയിൽ തൃപ്തികരമായ പദ്ധതികളും വീഴ്ചകൾ കണ്ടെത്തിയ പദ്ധതികളും ഉണ്ടെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഗ്ലോബൽ ന്യൂ ഡെസ്റ്റിനേഷൻസ് ഇന്ത്യ അതിൻ്റെ പണിപ്പുരയിലാണ്. അതിൻ്റെയും പ്രോഡക്ട്സ് മുഴുവൻ അനാലിസിസിന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സെപ്റ്റംബർ 15-ന് മുമ്പ് ആരാധ്യനായ പ്രധാനമന്ത്രിക്ക് അതിൻ്റെ പ്രസൻറ്റേഷൻ നൽകേണ്ടതുണ്ട്. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കേരളത്തിന് 50-ൽ 1 ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ബാക്കി അവശേഷിക്കുന്ന 16 എണ്ണത്തിന് ആര് ഓടി ആദ്യം നല്ല പ്രോഡക്റ്റുമായിട്ടെത്തുന്നു ആ സംസ്ഥാനങ്ങൾക്കോ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കോ രണ്ടാമത്തെ പ്രോഡക്റ്റും കിട്ടും. അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഭാവിയിൽ 50 കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ നിന്നുണ്ടാകുമെന്നും അതിൽ കേരളത്തിൽ നിന്നും 1 കേന്ദ്രം ഉറപ്പായും ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ശിവഗിരി സർക്കിട്ട് പദ്ധതിയുടെ അവലോകന യോഗത്തിലും ശാന്തിഗിരി പ്രസാദ് പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു. KTDC അക്വാലാൻഡിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന ടൂറിസം വകുപ്പ്, ITDC ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ശിവഗിരി, ശാന്തിഗിരി ആശ്രമങ്ങളുടെ പ്രതിനിധികളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. അഷ്ടമുടിയുടെ പ്രകൃതി സൗന്ദര്യത്തിനൊപ്പം വിനോദസഞ്ചാര സാധ്യതകൾ കൂടി കോർത്തിണക്കി ദേശീയ തലത്തിൽ ശ്രദ്ധേയമായൊരു ടൂറിസം കേന്ദ്രമായി കൊല്ലത്തെ മാറ്റുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം. അമൃത ന്യൂസ്, കൊല്ലം. പുരക്കളിയെ സംബന്ധിച്ചുള്ള പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ. തന്റെ അഭിപ്രായ പ്രകടനം പക്വതയില്ലാത്തതെന്ന് തുറന്നു സംബന്ധിച്ച ശ്രീരാമൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഖേദപ്രകടനം നടത്തിയത്. രൂപവൈകൃതത്തെ കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആഭാസമാണ് പുലിക്കളി എന്നായിരുന്നു ശ്രീരാമന്റെ പരാമർശം. സംഭവത്തിൽ പ്രതിഷേധവുമായി പുലിക്കളി സംഘങ്ങളും രംഗത്തെത്തിയിരുന്നു.
കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീരാമന്റെ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം. വയറിൽ ചിത്രം വരച്ച് കുലുക്കിയുള്ള ഒരു കല കാണുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നില്ല. പലരോടും ചോദിച്ചു, ഇങ്ങനൊരു നൃത്തരൂപം ഉള്ളതായി അറിയാൻ കഴിഞ്ഞില്ല. രൂപവൈകൃതത്തെ കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആഭാസമാണ് പുലിക്കളി എന്നായിരുന്നു ശ്രീരാമന്റെ പരാമർശം. സംഭവത്തിൽ പ്രതിഷേധിച്ച് പുലിക്കളി സംഘങ്ങൾ രംഗത്തെത്തിയിരുന്നു. ശ്രീരാമൻ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്നും 200 വർഷം പഴക്കമുള്ള കലയെ അപമാനിച്ചുവെന്നും പുലിക്കളി കാണാത്തതുകൊണ്ടാണ് ഇത്തരം വിമർശനം നടത്തുന്നതെന്നും പുലിക്കളി സംഘങ്ങൾ പറഞ്ഞു. ഇത് തൃശ്ശൂരിന്റെ മാത്രം തനതായ ഒരു കലയാണ്. അതിന് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു വൈകൃത രൂപമായി ചിത്രീകരിക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിരവധി വിമർശനങ്ങൾക്കൊടുവിലാണ് VK ശ്രീരാമൻ ഖേദം പ്രകടിപ്പിച്ചത്. തന്റെ പരാമർശം അപക്വമായിരുന്നുവെന്നും ആരെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ശ്രീരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. അമൃത ന്യൂസ്, തൃശൂർ. ഹീമോഫീലിയ സൊസൈറ്റി ഓഫ് ഇന്ത്യ മധുര ചാപ്റ്ററിന്റെയും മധുര മാതാ അമൃതാനന്ദമയി മഠത്തിന്റെയും സഹകരണത്തോടെ സൗജന്യ ഹീമോഫീലിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊച്ചി അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ മധുര മാതാ അമൃതാനന്ദമയി മഠത്തിൽ വച്ച് നടന്ന ഹീമോഫീലിയ ക്യാമ്പിൽ 100ഓളം രോഗികൾ പങ്കെടുത്തു. കൊച്ചി അമൃത ആശുപത്രിയിലെ ഹെമറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ നീരജ് സിദ്ധാർത്ഥൻ, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രമാജി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മധുര MLA കാർത്തികേയൻ S, ഹീമോഫീലിയ സൊസൈറ്റി ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് വൈകുണ്ഠം, മധുര മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മചാരി ചിദാനന്ദ അമൃത ചൈതന്യ, ബ്രഹ്മചാരി നിഖിലേഷ അമൃത ചൈതന്യ തുടങ്ങിയവർ ക്യാമ്പിൽ സന്നിഹിതരായിരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ 30ഓളം വിദഗ്ധ വൈദ്യ സംഘം രോഗികളെ പരിശോധിച്ചു. ഭാരതീയ ജ്ഞാനപരമ്പരയുടെ ആഴവും വൈവിധ്യവും സമകാലിക ഗവേഷണവുമായി ചേർത്തുവച്ച് നടന്ന അന്താരാഷ്ട്ര ചർച്ചകൾക്ക് അമൃതപുരിയിൽ സമാപനം. ആയുർവേദം, വ്യാകരണം, ദർശനം തുടങ്ങിയ വിഷയങ്ങളിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഗവേഷകരും അക്കാദമിക വിദഗ്ധരും സമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത IKS സെന്റർ ഓഫ് എക്സലൻസിന്റെ ആഭിമുഖ്യത്തിൽ അമൃതപുരിയിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഇന്ത്യൻ നോളജ് ഫ്രെയിംവർക്സ് ആയുർവേദം, വ്യാകരണം, ദർശനം എന്ന ത്രിദിന അന്താരാഷ്ട്ര സമ്മേളനത്തിനാണ് സമാപനമായത്. IKS ഡിവിഷൻ, വിദ്യാഭ്യാസ മന്ത്രാലയം, ഭാരത സർക്കാർ എന്നിവയുടെ പിന്തുണയോടെയായിരുന്നു സമ്മേളനം. IIT ബോംബെയിലെ പ്രൊഫസർ K. രാമസുബ്രഹ്മണ്യം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. IKS ഡിവിഷൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ രഘുരാം ഭട്ട് അധ്യക്ഷത വഹിച്ചു. അമൃത IKS സെന്റർ ഓഫ് എക്സലൻസിന്റെ പ്രവർത്തനങ്ങൾ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ P. രാം മനോഹർ അവതരിപ്പിച്ചു. ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ, ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ ഡെക്കാൻ കോളേജിലെ സംസ്കൃത ആൻഡ് ലെക്സിക്കോഗ്രഫി വിഭാഗം മേധാവിയും IKS EDS സെന്റർ ഡയറക്ടറും ജനറൽ എഡിറ്ററുമായ പ്രൊഫസർ പ്രസാദ് ജോഷി, ഡോക്ടർ U. കൃഷ്ണകുമാർ, ഡോക്ടർ NV രമേശ് എന്നിവർ പങ്കെടുത്തു. ആയുർവേദം, വ്യാകരണം, ദർശനം തുടങ്ങിയ വിഷയങ്ങളിൽ പ്ലീനറി പ്രഭാഷണങ്ങളും പാനൽ ചർച്ചകളും പ്രഭാഷണ പരമ്പരകളും ഗവേഷണ പ്രബന്ധാവതരണങ്ങളും പോസ്റ്റർ പ്രസന്റേഷനുകളും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അധ്യാപകരും ഗവേഷകരും വിദ്യാർത്ഥികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. മികച്ച ഗവേഷണ പ്രബന്ധങ്ങൾക്കും അവതരണങ്ങൾക്കുമുള്ള പുരസ്കാരങ്ങളും സമാപന ചടങ്ങിൽ വിതരണം ചെയ്തു. ഭാരതീയ ജ്ഞാനപരമ്പരയിലെ വിവിധ വിജ്ഞാന ശാഖകളെ പുതിയകാല ഗവേഷണവുമായി കൂട്ടിയിണക്കുന്നതിനും ഗവേഷകരും അക്കാദമിക വിദഗ്ധരും തമ്മിലുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനും സമ്മേളനം വേദിയായി. അമൃത ന്യൂസ്, കൊല്ലം. പോഷകാഹാര ചികിത്സയെയും വിഴുങ്ങൽ പ്രശ്നങ്ങളുടെ സമഗ്ര പരിചരണത്തെയും കേന്ദ്രീകരിച്ച് ASEAN 2026 ദേശീയ സമ്മേളനം കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്നു. അമൃത ആശുപത്രിയിലെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ വിഭാഗവും ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗവും സംയുക്തമായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ലാരിംഗോളജിസ്റ്റ് ഡോക്ടർ ജയകുമാർ R. മേനോൻ നിർവഹിച്ചു. ചടങ്ങിൽ അമൃത ആശുപത്രിയിലെ ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ സന്ദേശം നൽകി. ക്ലിനിക്കൽ ന്യൂട്രീഷൻ വിഭാഗം മേധാവി ഡോക്ടർ നിവേദിത പവിത്രൻ സമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും അവതരിപ്പിച്ചു. ഡോക്ടർമാർ, ഗ്ലൂട്ടോളജിസ്റ്റുകൾ, ഡയറ്റീഷ്യന്മാർ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റുകൾ, ഗവേഷകർ, വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ സമ്മേളനത്തിൽ പങ്കെടുത്തു.